ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് MK കമ്പനിയുടെ ഹണിവെൽ എന്ന് പറയുന്ന പ്രോഡക്ട്സുകൾ, അതായത് LCB, RCCB, ഐസൊലേറ്റർ, അതുപോലെ തന്നെ MCBകൾ, ഇതൊന്നും നമുക്ക് പരിചയപ്പെടാം. നമുക്കിത് കാണുന്ന പോലെ തന്നെ നമ്മളെല്ലാ MCBകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഹണിവെൽ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഹണിവെൽ എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെ പല മോഡൽസ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സുകളൊന്നാണ്. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹണിവെല്ലിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. RCCB കൊടുത്തിരിക്കുന്നത് സാധാരണ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ 3 ഫേസിൻ്റെയാണ്. 3 ഫേസിൻ്റെ തന്നെ ഐസൊലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ RCCB ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കേസ് വരുന്നത്, അതായത് RCCBയുടെ കവർ വരുന്നത്. അതായത് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന മോഡലാണ്, ഹണിവെല്ലാണ്. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ നിങ്ങൾ കണ്ട പോലെ തന്നെ റേറ്റ് വരുന്നത് 3,900 സംതിങ് ആണ് വരുന്നത്. എന്തായാലും അതിൽ നിന്നും കുറച്ചുകൂടി റേറ്റ് കുറച്ച് നമുക്ക് എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 4 പോളാണ് വരുന്നത്. 4 പോൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഫേസും ഒരു ന്യൂട്രും, അതായത് 3 ഫേസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഐസൊലേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഐസൊലേറ്റർ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നത് നമ്മുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സെയിം മോഡൽ തന്നെ, ഹണിവെല്ലിൻ്റെ തന്നെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന മോഡൽ 3 ഫേസിൻ്റെ തന്നെ ഐസൊലേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ DBയിൽ ഐസൊലേറ്ററിലേക്കാണ് മെയിൻ കണക്ഷൻ വരുന്നത്. ആ കണക്ഷന് നേരെ വരുന്നത് RCCBയിലേക്കാണ്. അതിൻ്റെ MRP 1076 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 61 ആംസ് 4 പോളാണ് വരുന്നത്. 61 ആംസ് 4 പോളിൻ്റെ ഐസൊലേറ്ററിന് 1000 സംതിങ് ആണ് വരുന്നത്, 1700 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ RCCB വരുന്നത് 3800 സംതിങ് അല്ലെങ്കിൽ 3900 സംതിങ് ആണ് വരുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ഹണിവെല്ലിൻ്റെ തന്നെയാണ് MCBകളും കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ C എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓരോ MCBയിൽ ടോട്ടൽ എടുക്കുന്ന ആംബിയറാണ് കൊടുത്തിരിക്കുന്നത്. 10ൻ്റെ 16ൻ്റെ 20ൻ്റെ അങ്ങനെ ഓരോ ആംബിയേഴ്സാണ് കാണുന്നത്. 16 ആംബിയർ. അതിൻ്റെ MRP ഒന്ന് നമുക്ക് നോക്കാം. ഓരോത്തിനും ഇമ്പാക്റ്റ് തന്നെ, ഹണിവെല്ലിൽ തന്നെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന മോഡൽ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ MRP നമുക്കൊന്ന് നോക്കി അറിയാൻ പറ്റും. 220 റേറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് 16 ആംസിന്, അതായത് C16 കാണിക്കാനാണ്. അതായത് 16 ആംബിയറിൻ്റെ MCBക്ക് വരുന്നത് 220 വരുന്നത്. അതുപോലെ തന്നെ എല്ലാ മോഡൽസിനും ഏകദേശം എല്ലാ കമ്പനികളും സെയിം തന്നെയാണ് കാണിക്കുന്നത്. ഇത് 10 ആംബിയറാണ് വരുന്നത്. 10 ആംബിയറിന് 220. അതായത് എല്ലാ കമ്പനികളും തന്നെ ഒരേ റേറ്റാണ് വരുന്നത്. അതായത് ആംബിയർ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ എമൗണ്ട് വ്യത്യാസം വരാറില്ല. എല്ലാ MCBകളും സെയിം ആയിട്ടാണ് വരാറുള്ളത്. ഇതുപോലെ തന്നെ V-ഗാർഡ് ഞാൻ ഇതുപോലെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ റേറ്റ് ഏകദേശം പല ആംബിയർ വന്നാലും എല്ലാത്തിനും റേറ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഇതാണ് MCB. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിൻ്റെ ഉറപ്പിക്കുന്ന രീതി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാം. അതിൻ്റെ താഴെ കാണുന്ന ബ്ലാക്ക് കണ്ടോ, അതാണ് അതിൻ്റെ ലോക്ക് സിസ്റ്റം വരുന്നത്. ഇനി ഈ ലോക്ക് എങ്ങനെ വിടിയിക്കാമെന്നും എങ്ങനെ MCBകൾ കൊടുക്കണമെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല MCBകളും പല മോഡലിലാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. അതായത് ഓരോ പ്രൊഡക്ട്സ് ഊരിയെടുക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഹണിവെൽ എന്ന് പറയുന്ന കമ്പനീനെ കുറിച്ച്, അതിൻ്റെ കമ്പനിയുടെ MCB, ഐസൊലേറ്റർ, അതുപോലെ തന്നെ RCCBനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 പ്രൊഡക്ട്സുകളിൽ ഒന്നായിട്ടാണ് വരുന്നത്. അതിൻ്റെ തന്നെ അവരുടെ കമ്പനികളുടെ തന്നെ എല്ലാ ഇലക്ട്രിക്കലിൻ്റെ എല്ലാ ഉപകരണങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കൂടുതൽ ആളുകളിലേക്ക് ഇതിനെക്കുറിച്ചിട്ട് പോകുന്നതും അറിയുന്നതും. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ട്സുകൾ വരുന്ന സമയത്ത്, നമുക്ക് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ കൂടി കാണിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാര്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ലൈക്കിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.